ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇതിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അനുപമ വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ അവളോട് സംസാരിച്ച് തൽക്കാലം ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് ഉപദേശിച്ചു നോക്കിയേനെ. ഇനിയിപ്പോ അവള് നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞില്ല. ഇനിയിപ്പോ അഥവാ നിനക്ക് ഡിവോഴ്സിൽ താല്പര്യമില്ലെങ്കിൽ നിയമപരമായി തന്നെ അവളെ അറിയിക്കാനേ പറ്റൂ. ഞാൻ മറ്റൊരു വക്കീലിനെ വെച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണോ അങ്കിൾ പറയുന്നത്? കോടതിയിൽ പോയാൽ എനിക്ക് നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. കാരണം തെറ്റെൻ്റെ ഭാഗത്താ. അത് ഞാൻ അനുപമയുടെ മുമ്പിൽ ഏറ്റു പറയാനും തയ്യാറുവാ. ഈ ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയപ്പോഴാണോ എന്തിനാ നീ തെറ്റിനെ കുറിച്ച് ബോധവാനായത്? ഇത് നിന്റെ അമ്മയെ നീ അറിയിച്ചോ? കാണിച്ചു. അമ്മ ആഗ്രഹിക്കുന്നത് ഞാനും അനുവും തമ്മിലുള്ള ഡിവോഴ്സ് ആണല്ലോ. പക്ഷെ അനുപമയായിട്ട് എന്നതെങ്കിലുമായിട്ട് പിരിയുന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ എന്തൊക്കെ എന്തിനാ പറയുന്നേ? പിണക്കം തോന്നുമ്പോൾ അകന്നു കഴിയാനും ഇണക്കം തോന്നുമ്പോൾ കൂട്ടുകൂടാനും ഇതെന്താ പിള്ളേരലെയാണോ? നിന്റെ അമ്മയുടെ വാക്ക് കേട്ട് നീ ഓരോ തവണ അനുപമ മാറ്റി നിർത്തുമ്പോഴും അവൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇത്രയും അതപ്പതിച്ചൊരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയെന്ന്. അമ്മയെ അന്ധമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന തന്റെ ഭർത്താവിന്റെ നിസ്സഹായത ഓർത്തിട്ടാവണം അവള് നിന്നോട് ഇതുവരെ ക്ഷമിച്ചത്. അപ്പോഴും നീ അവളെ മനസ്സിലാക്കിയില്ല. ശരിയാണ് അങ്കിൾ. ഇനി ഒരിക്കലും അവളെ ഒറ്റപ്പെടുത്തില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ അവളെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയത്. അവിടെ എനിക്ക് അവളോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. നീതി പുലർത്തിയില്ലെന്ന് മാത്രമല്ല എന്തിരാ, ഇത്രയും കാലം നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അനുപമയെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഇത്തവണ നിന്റെ അമ്മയെ ഹർഷയും കൂടി ഒരുക്കിയ ചതിയിലാണ് നീ നിന്റെ ഭാര്യയെ തെറ്റുകാരിയാക്കി മാറ്റിയത്. അനുപമ നിന്റെ അമ്മയെ മനഃപൂർവ്വം തല്ലിയതാണെന്ന് എന്ന് നീ വിശ്വസിച്ചോ? അന്ന് മുതൽ അനുപമയ്ക്ക് നിന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടമായി. ഇപ്പോഴും അനുപമ അമ്മയെ തല്ലി എന്നുള്ള കാര്യത്തില് നീ നിന്റെ അമ്മയെ തന്നെയല്ലേ വിശ്വസിക്കുന്നേ? അത് പിന്നെ ഏത് സാഹചര്യത്തിലായാലും എന്തിൻ്റെ പേരിലായാലും അനുപമയുടെ കൈ അമ്മയുടെ മുഖത്ത് വീണത് തെറ്റല്ലേ അങ്കിൾ? അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാണ് അനുപമയായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുന്നല്ലേ നല്ലത്. ഏത് കാര്യത്തിലും അവസാന വാക്ക് പറയും മുമ്പ് ഒന്നുകൂടി ചിന്തിക്കാനുള്ള അവസരം നൽകണ്ടേ നിങ്ങളെ? അവസരോ? ആർക്ക്? പുറമേ ഞാൻ അനുപമയ്ക്കെതിരാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഇതുവരെ അവളെ അന്യായിട്ട് കണ്ടിട്ടില്ല. ഒന്നുകിൽ എൻ്റെ മനസ്സിൽ നിന്ന് കൂടി അവളെ ഇറക്കി വിടാനുള്ള ഒരു സമയം കൂടി എനിക്ക് തരണം. അല്ലെങ്കിൽ മറ്റ് കെട്ടുപാടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ അനുപമയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുന്നവരെ കാത്തു നിൽക്കാൻ അവൾക്ക് കഴിയണം. എന്തായാലും നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങളെ. എനിക്കതിനാവില്ല. ഈ കേസ് കൊണ്ട് കോടതിയിൽ പരസ്പരം ചെളിവാരി അറിയാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്നെങ്കിലും അങ്ങൾ അനുപമയോട് പറയണം.